പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോൾ പലിശ അത് ഇസ്ലാം ഗുരുതരമായ തെറ്റാണ്. കച്ചവടം ഇസ്ലാം അനുവദിച്ചു. ഇസ്ലാമിലെ സാമ്പത്തിക വിനിയോഗം, ആ വിനിയോഗത്തിന്റെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിലെ സാമ്പത്തിക രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിനിയോഗം സക്കാത്ത് തന്നെയാണ്. മറ്റൊന്ന് സമ്പത്തിന്റെ വിനിയോഗത്തിൽ, അത് ചിലവഴിക്കുന്നതിൽ, അതിന് പ്രയോറിറ്റിയുടെ ഒരു പട്ടികയുണ്ട്. ആ പ്രയോറിറ്റിയുടെ പട്ടിക മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്താൽ വളരെ സുഖമാണ്. കരളിന്റെ കഷ്ടങ്ങളായ സുഹൃത്തുക്കളോട് പറയുന്നു, പണം നമ്മുടെ കയ്യിൽ തരുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് പണം ഉപയോഗിക്കേണ്ടത്? ആ പണം ഉപയോഗിക്കേണ്ട രൂപവും ആ പണത്തിന്റെ ആവശ്യകതയും വിവരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിരവധി വചനങ്ങളിലൂടെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്തുൻ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾ ചെലവഴിക്കണം. ചെലവഴിക്കാതെ നിങ്ങൾ കെട്ടിവെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ലഭിക്കുകയില്ല. നിങ്ങളുടെ മക്കൾ പട്ടിണിയാകാതിരിക്കാനുള്ള ഒരു ചെറിയ ഭാഗം നിങ്ങൾ സൂക്ഷിച്ചു വെക്കലും അനിവാര്യമാണ്. നിങ്ങൾ പറമ്പ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇളകാത്ത സ്വത്തായി ആ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉപയോഗിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നത് മതം വിരോധിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾ എല്ലാ സമയത്തും വിനിയോഗിച്ചു കൊണ്ടിരിക്കണം. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വിശുദ്ധ ഖുർആൻ വേറൊരു അധ്യായത്തിൽ പറയുന്നു, സമ്പത്ത് ചെലവഴിക്കുകയും ثم لا يتبعون ما أنفقوا, ആ സമ്പത്ത് ചെലവഴിച്ചതിന്റെ പിന്നാലെ അത് വാങ്ങിയ ആളുകളെ ബുദ്ധിമുട്ടാക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് പ്രതിഫലമുണ്ട്. ഒരാൾക്ക് സമ്പത്ത് നാം സഹായിച്ചു, ആ സമ്പത്ത് അയാൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളെ നമ്മൾ പോയിട്ട് വിഷമിപ്പിക്കരുത്. ഒരാൾ ഒരു സുഹൃത്തിനൊരു പേന കൊടുത്തു, ആ പേന സന്തോഷത്തോടു കൂടി രണ്ടാമൻ വാങ്ങി. ആ പേന കൊണ്ട് അയാൾ ഇങ്ങനെ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് ഈ ഒന്നാമൻ ചെന്ന് പറയുകയാണ്, എങ്ങനെ നമ്മളെ പേന കൊണ്ട് എങ്ങനെ എഴുത്തൊക്കെ ഉഷാറല്ലേ? ആൾക്കൂട്ടത്തിൽ വെച്ച് ഇവനാണ് കൊടുത്തത് എന്ന് ബോധിപ്പിക്കാനും ഈ പേന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവൻ ഒരു 2ാം നമ്പർ ആണെന്ന് വരുത്താനുമുള്ള ശ്രമങ്ങൾ. ഇങ്ങനെയുള്ള പ്രയാസപ്പെടുത്തലുകൾ പാടില്ല. ഖുർആൻ പറയുന്നു, ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദൻ. നിങ്ങൾ ധർമ്മം ചെയ്ത് മറ്റുള്ളവരുടെ ഇടയിൽ ആളാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് തീരെ കൊടുക്കാതിരിക്കലാണ്. നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ അതാ നല്ലത്. കൊടുത്തിട്ട് കൊടുത്തു എന്ന് എടുത്തു പറയാനോ അല്ലെങ്കിൽ ആ വാങ്ങിയ വ്യക്തിയെ പീഡിപ്പിക്കുവാനോ ആണ് ശ്രമമെങ്കിൽ അങ്ങനെയുള്ള കൊടുക്കലിനേക്കാൾ നല്ലത് നല്ല വാക്കു പറയലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ വിനിയോഗത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്. മുഴുവനും സാമ്പത്തികമായ വിനിയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ കൊടുത്തതിന്റെ പേരിൽ അയാളെ വിഷമിപ്പിക്കരുത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി പറയുന്നു, കൊടുക്കുന്ന വിഷയത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന ഒരു സംഭവം കണ്ണ് കാണാത്തവന് കൊടുക്കലാണ്. കണ്ണ് കാണാത്തവന് സദഖ ചെയ്താൽ ഇരട്ടി കൂലിയാണ്. എന്താ അതിന്റെ കാരണം? നമ്മള് അങ്ങാടിയിൽ നിന്നൊരു പാവപ്പെട്ടവന് ഒരു ദിവസം ഒരു 100 രൂപ കൊടുത്തു. 2ാം ദിവസം നമ്മൾ അവനുള്ള വഴിയിലൂടെ കടന്നു പോകുമ്പോൾ തലേന്നാൾ 100 വാങ്ങിയയാൾ മെല്ലെ നമ്മളൊന്ന് ബഹുമാനിക്കും. കാരണം ഇന്നലെ 100 രൂപ തന്ന ഹാജി സാഹിബാണ് ആ പോകുന്നത്. ഒന്ന് എഴുന്നേറ്റ് ഒരു ചെറിയൊരു ബഹുമാനവും ഒരു സല്യൂട്ടും ഒക്കെ അയാളെ വക ഉണ്ടാവും. ഇങ്ങനെ യാതൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ആളാണ് അന്ധൻ, കണ്ണു കാണാത്തവൻ. ആ കണ്ണു കാണാത്തവന് നിങ്ങൾ സഹായം ചെയ്താൽ പിറ്റേന്ന് അവന്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അവൻ കാണുന്നില്ല, നമ്മെ അവൻ അറിയുന്നില്ല. അങ്ങനെ തിരിച്ചിങ്ങോട്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത ദാനധർമ്മങ്ങൾ, അതാണ് വിനിയോഗങ്ങളിൽ ഏറ്റവും പ്രതിഫലമുള്ളത്. ഓർത്തു നോക്കൂ,
ഇങ്ങോട്ടൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയുള്ള ദാനധർമ്മങ്ങൾ ഇസ്ലാം അതിന് മുന്തിയ സ്ഥാനം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഏറ്റവും നല്ല സമ്പത്തിൽ നിന്നാണ് നിങ്ങൾ സാധുക്കൾക്ക് നൽകേണ്ടത്. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകേണ്ടത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഏറ്റവും നല്ല സ്വത്തിൽ നിന്നാണ്, മുന്തിയതിൽ നിന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. 2 നോട്ട് നമ്മളെ കീശയിലുണ്ട്. ഒന്ന് പുതിയ നോട്ട്, മറ്റേത് പഴയ നോട്ട്. സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിൽ നല്ല വിശ്വാസമുള്ളവനാണെങ്കിൽ ആ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് അവന് കൊടുക്കുക, പഴയത് നമ്മളെ കയ്യിൽ വെക്കുക. ഇപ്പൊ പിന്നെ പഴയ നോട്ടില്ല. ഒരു 10-20 കൊല്ലം മുമ്പ് ആ പഴയ നോട്ടുകൾ ധാരാളം വിപണിയിൽ ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ ചില ആളുകൾ പുതിയത് കൊടുക്കൂല. വല്ലാത്ത പ്രയാസാണ് അത് കൊടുക്കാൻ. പഴയ ധാരാളം ഓട്ടകളുള്ളത് മാത്രം കൊടുക്കും. പുതിയത് കൊടുക്കുമ്പോഴോ അതിന്റെ മുകളിൽ എന്റെ പേരും അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് ഒരു ചെറിയ കവിത എഴുതും. ഇനി എപ്പോഴാണ് നിന്നെ കാണുക? സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പഴയതൊക്കെ ധർമ്മം ചെയ്തു കൊടുത്ത് പുതിയത് കൊടുക്കാൻ തോന്നിയിരുന്നില്ല. അവസാനം അതേതോ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി കൊടുക്കേണ്ടി വന്നു. ആ കൊടുക്കുമ്പോ അതിന്റെ മുകളിൽ ആ വെളുപ്പുള്ള സ്ഥലത്ത് മെല്ലെ അഡ്രസ് എഴുതുകയാണ്. അഡ്രസ് എഴുതിട്ട് വിലപിക്കുകയാണ്. അവിടെ ഇസ്ലാം മതം പറയുന്നു, നല്ലത് കൊടുക്കുക. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളിൽ നിന്നും നിങ്ങൾ നൽകുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബിമാർ അവരുടെ വീടുകളിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നമുണ്ടായാൽ ആ ഉൽപ്പന്നത്തിന്റെ ആദ്യത്തെ വിളവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ പള്ളിയിൽ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വകാനൂ യുർസിലൂന അൽ ബാഖൂറത ഇലൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ കാലത്ത് സ്വഹാബിമാർ ബാഖൂറത്ത് നബിക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതായത് ആദ്യമുണ്ടാകുന്ന കായ്കൾക്കാണ് ബാഖൂറ എന്ന് പറയുക. ഒരു വാഴത്തോട്ടത്തിൽ കുറെ വാഴകളുണ്ട്. ആദ്യം കുലച്ച വാഴയിൽ നിന്നുള്ള വാഴക്കുല അത് പള്ളിയിലേക്ക് കൊടുത്തയക്കുക, അത് ഉസ്താദിന് കൊടുത്തയക്കുക, അത് പാവപ്പെട്ടവർക്ക് നൽകുക. ഇത് സ്വഹാബത്തിന്റെ മാതൃകയാണ്. ഈത്തപ്പനത്തിന്റെ തോട്ടം ഉണ്ടാകും. ആ തോട്ടത്തിൽ ആദ്യം കുലക്കുന്നത് ഏത് മരമാണോ ആ മരത്തിലുള്ള കുല അത് പള്ളിക്ക് കൊടുത്തയക്കുകയാണ്, റസൂലുള്ളാഹിക്ക് കൊടുത്തയക്കുകയാണ്. അതാണ് ഖുർആൻ പറയുന്നു, ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഉൽപ്പന്നം, ആ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും നല്ലത് കൊടുക്കുക. വലാ തയമ്മമുൽ ഹബീസ മിന്നു തുൻഫിഖൂൻ, നിങ്ങളുടെ കയ്യിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, ചീത്ത നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ അടുക്കളയിലുള്ള ഭക്ഷണത്തിൽ നിന്ന് നല്ല ഭക്ഷണമാണ് വിരുന്നുകാരന് കൊടുക്കേണ്ടത്. നല്ലത് നിങ്ങൾ തിന്നുക, എന്നിട്ട് ലേശം മോശമുള്ളതും തലേനാള് ഉള്ളതിന്റെ ബാക്കി അതുമെല്ലാം മുന്നോട്ട് ഫോർവേഡ് ചെയ്യുക. എന്നിട്ട് പറയാ വളരെ നല്ലതാണ് ഉസ്താദേ, ഞാൻ സാധാരണ തിന്നാറുള്ളത്, പക്ഷെ ഇന്ന് വേറെ നമുക്കുണ്ട് എന്ന് ബ്രേക്കറ്റിൽ. വലാ തയമ്മമുൽ ഹബീസ, ചീത്തയായ വസ്തു നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കരുത്. കാരണം ആ സാധനം നിങ്ങൾക്കൊരാൾ തരുന്നുവെങ്കിൽ നിങ്ങളത് മനസ്സറിഞ്ഞ് സ്വീകരിക്കുകയില്ല എങ്കിൽ അത്തരം സാധനങ്ങൾ നിങ്ങൾ കൊടുക്കരുത്. വഅലമൂ അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അല്ലാഹു എല്ലാറ്റിൽ നിന്നും നിരാശ്രയനാണ്. ആ അല്ലാഹുവിന്റെ കയ്യിൽ ധാരാളമുണ്ട്, അവൻ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വിനിയോഗത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ കുറെ മര്യാദകൾ ഈ വചനങ്ങളിൽ കാണുന്നു. തീർന്നില്ല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറത്തു ആലി ഇംറാനിലെ 134-ാമത്തെ ഈ വചനത്തിൽ പറയുന്നത്, കല്യാണത്തിന് നിങ്ങൾ പണം ചിലവഴിക്കുന്നത് അനുവദനീയമാണ്. മകന്റെ കല്യാണം, ആ കല്യാണത്തിന് നിങ്ങൾക്ക് പണം വിനിയോഗിക്കൽ അനുവദനീയമാണ്. മകൻ പറഞ്ഞു, ബാപ്പ എന്റെ കല്യാണം ഒന്ന് ഉഷാറാക്കി നടത്തണം. ബാപ്പ പറഞ്ഞു, അതൊക്കെ മതിയടോ,
ഞാനൊക്കെ കല്യാണം കഴിച്ച കാലത്ത് 25 ആളുകളായിരുന്നു അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ ആ ബാപ്പാന്റെ മകനാണ് ഈ. അതുകൊണ്ട് 25 ആളെ ഈ വിളിച്ചോ. അതിന് പറ്റിയ ചെറിയൊരു പന്തലും. മകൻ പറഞ്ഞു, പൊന്നു ബാപ്പ അങ്ങനൊന്നും പറയരുതേ, കാരണം നമ്മൾ ബാപ്പയും മക്കളുമാണ്, ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ്. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളെ കള്ളുകൊണ്ട് സന്തോഷിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മദ്യം വിളമ്പുന്ന കല്യാണമല്ല, ഗാനമേളയുടെ കല്യാണമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഖസീദത്തുൽ ബുർദ, ആ നബിയുടെ മദ്ഹുകൾ ചൊല്ലിക്കൊണ്ടുള്ള ഒരു നല്ല സദസ്സ് മാത്രമാണ് ഞാൻ ഈ മജ്‌ലിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കല്യാണമാണ്, സന്തോഷമാണ്. ആ ബുർദ കേൾക്കാൻ വേണ്ടി കുറെ ആളുകൾ വരും. എൻ്റെ കൂട്ടുകാർക്ക് ഒരു സന്തോഷം വേണ്ടേ? അവർക്കെല്ലാം സന്തോഷിപ്പിക്കാൻ 500 ആളുകളെ വിളിക്കാനൊരു പരിപാടിയുണ്ട്. മോനെ, പൈസ ഇല്ലല്ലോ, പ്രിയപ്പെട്ട വാപ്പാ ദയവായിട്ടൊരു സഹായം എനിക്ക് ചെയ്യണം. ഇതെന്റെ ഒരു അന്തസ്സാണ്, ഒരു മാന്യതയാണ്. സൂറത്തു ആലി ഇമ്രാനിലെ 134-ാമത്തെ വചനം ആ പിതാവിനെയും മകനെയും വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ, കല്യാണവേളകളിൽ മകന്റെയോ മകളുടെയോ കല്യാണത്തിന് വേണ്ടി പണം വിനിയോഗിക്കുന്നത് ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ മദ്യം വിളമ്പാൻ ആകരുത്, അവിടെ ഒരിക്കലും ഗാനമേള നടത്താനാകരുത്. അത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം. പന്തലും മറ്റു സൗകര്യങ്ങളും ഒക്കെ മിതമായ രൂപത്തിലായിരിക്കണം. കാസർകോട്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കല്യാണ പന്തല് പോലെ നമ്മളെ പന്തലാവരുത്. മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. കല്യാണത്തിന് പന്തലൊരുക്കി AC ഘടിപ്പിച്ചുകൊണ്ടുള്ള കല്യാണ പന്തലായിരുന്നു. നല്ല ബിരിയാണിയും പായസവും ഐസ്ക്രീം ഒക്കെ വിതരണം ചെയ്തു. ഭക്ഷണം കഴിച്ചിട്ട് ആരും പോകുന്നില്ല. ഭക്ഷണം കഴിച്ച് പിന്നെയും വന്നിരിക്കുകയാണ്. അവസാനം വീട്ടുടമ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഒന്ന് പോയാൽ സന്തോഷമായിരുന്നു. ഭക്ഷണം കഴിച്ചു, ഐസ്ക്രീമും എല്ലാം കഴിച്ചു, ഇനി നിങ്ങൾ ഇരുന്നാൽ ബുദ്ധിമുട്ടാണ്. അവരാരും പോകുന്നില്ല. പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് വന്നിട്ട് ചാട്ടവാരെടുത്ത് വീശിയിട്ടും ആളുകൾ പോകുന്നില്ല. അവസാനം കണ്ണീർ വാതകം ഉപയോഗിച്ചപ്പോഴാണ് കല്യാണപ്പന്തലിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയത് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലത്തെ കല്യാണ പന്തലുകളല്ല അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, കല്യാണവേളകളിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി മിതമായ രൂപത്തിൽ പണത്തിന്റെ വിനിയോഗം ഇസ്ലാം അനുവദിച്ചു. വല്ലറാഇ, സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളുള്ള വേളകളിൽ മനസ്സറിഞ്ഞ് ദാനം ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ചു. രോഗമുള്ള സമയങ്ങളിൽ ആ രോഗങ്ങൾ സുഖമായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനെ കരുതിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് നൽകുന്നത് ഇസ്ലാം അനുവദിച്ചു. വിശുദ്ധ ഖുർആനിൽ ഇത്തരം കുറെ വചനങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതൊന്നും പറഞ്ഞിട്ട് പണം ചെലവഴിക്കാൻ ഒരു മനസ്സുമില്ലാതെ കെട്ടിപ്പൂട്ടിങ്ങനെ വെക്കുകയാണ്. ഒരു വലിയ മുതലാളിയെ കണ്ടു, സുബ്ഹാനല്ലാഹ്, 60-70 വയസ്സായ പണക്കാരൻ, ഇഷ്ടം പോലെ പണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അയാൾ റിട്ടയർ ചെയ്തിട്ട് കൊല്ലങ്ങളായി. റിട്ടയർ ചെയ്ത വകയിൽ ആ ശമ്പളം അങ്ങനെ വരുന്നുണ്ട്, പെൻഷൻ ലഭിക്കുന്നുണ്ട്, വരുമാനങ്ങൾ വേറെയുമുണ്ട്. ആ വരുമാനമുള്ള മനുഷ്യൻ ഏതെങ്കിലും നാട്ടിൽ വീട്ടിലൊരു കൂലിപ്പണിക്കാരൻ വന്ന് പണിയെടുത്താൽ മാന്യമായ കൂലി പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തുന്ന സഹോദരൻ, തീരെ സക്കാത്തിന്റെ വിഷയമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ല. അങ്ങനെയുള്ള ആ സഹോദരൻ മരണപ്പെടുകയാണ്. എന്താണ് അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയത്? എന്റെ കരളിന്റെ കഷ്ടങ്ങളായ സഹോദരന്മാര് മനസ്സിലാക്കണം, എന്താണ് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത്. കുല്ലുബുനി ഉൻസാ വഇൻ താലത്ത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. 6 കാലുകളുള്ള ഒരു മയ്യത്ത് കട്ടിൽ, ശവമഞ്ചം നാളെ അടുത്ത ദിവസം നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് വരാനുണ്ട്. ഗൾഫിലുള്ള പ്രിയപ്പെട്ട ഭർത്താവ് ഏത് രൂപത്തിലാണ് നാട്ടിൽ വീട്ടിൽ തിരിച്ചു വരിക എന്ന് അറിയാതെ കഴിയുന്ന പ്രിയപ്പെട്ട പെണ്ണെ, നിന്റെ ടെലിഫോണിലൂടെ സക്കാത്ത് കൊടുക്കാൻ ആ ഭർത്താവിന് നീ പ്രേരണ നൽകണം. കെട്ടിപ്പൂട്ടി വെച്ച് സക്കാത്ത് കൊടുക്കാതെ കഴിയുന്ന ബാപ്പക്ക് മകൻ ഉപദേശിക്കണം. ചെലവഴിക്കാത്ത മകനോട്
ബാപ്പ ഇങ്ങോട്ട് വയത് പറഞ്ഞു കൊടുക്കണം. നമ്മളെ പള്ളിയിലെ ഉസ്താദുമാരും സംഘടനയുടെ പ്രവർത്തകരും ഇസ്ലാമിക സമൂഹത്തിലെ വിവിധ സംഘടനകളിൽ അംഗത്വമുള്ളവരുമായ ഒരുപാട് ആളുകൾ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ട വരികൾ ചിലവഴിക്കുക, വിനിയോഗിക്കുക, അത് പാവപ്പെട്ടവർക്ക് ലഭിക്കുക എന്നതായി മാറണം. സുബ്ഹാനല്ലാഹ്, വലിയ പണക്കാർ കെട്ടിപ്പൂട്ടി വെച്ച് അവസാനം ഒരു ദിവസം ഇറങ്ങിപ്പോവുകയാണ്. ആ മനുഷ്യൻ താമസിക്കുന്ന വീട് ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വമഖാമിൻ കരീമിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. മൂസാ നബിയെ ധിക്കരിച്ച ഖാറൂൻ സമ്പന്നനായിരുന്നു, പൈസ കൊടുക്കാൻ മടിയായിരുന്നു, ചെലവഴിക്കുകയില്ലായിരുന്നു, പാവപ്പെട്ടവർക്ക് കൊടുക്കൂല, റമദാനിലെ നോമ്പ് തുറയുടെ വകയിലേക്ക് കൊടുക്കൂല. അങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച് അവസാനം എല്ലാം കഴിഞ്ഞ് ആ ഖാറൂൻ എന്താണ് അവന്റെ അവസാനം? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള മാ കാന ലഹു മിൻ ഫിയത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി. അല്ലാഹു അല്ലാതെ മറ്റാരും സഹായിക്കാനില്ല എന്ന യാഥാർത്ഥ്യം അവന് മനസ്സിലായത് മരണപ്പെടുന്ന ഘട്ടത്തിലായിരുന്നു. ആ ഖാറൂന്റെയും ഫിർഔന്റെയും വീടുകൾ അതാ ഒഴിഞ്ഞു കിടക്കുന്നു. 1991 ഈജിപ്തിൽ പോകാൻ സന്ദർഭമുണ്ടായപ്പോൾ ആ ഈജിപ്തിലെ വിശാലമായ അൽ അസ്ഹർ, ആ അൽ അസ്ഹർ സർവകലാശാലയുടെ പരിസരങ്ങളിൽ അവിടെയുള്ള പ്രവർത്തകന്മാരോടൊപ്പം ചുറ്റി നടന്നപ്പോൾ ഒരുപാട് ഖബറുകൾ കണ്ടു. ആ ഖബറുകൾ ഒരു കാലഘട്ടത്തിൽ ആരുടെ ഖബറുകളായിരുന്നു? നബാത്തിയ ഖുതുബയിൽ പറഞ്ഞ ഖബറുകൾ. തിൽക ബുയൂതുഹും ഹാവിയത്തുൻ, കണ്ടോ അവരെ വീടുകൾ, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ. തിൽക ഖുസൂറുഹും, അതാ അവരുടെ മണിമാളികകൾ. ആ മണിമാളികകൾ എലികളുടെയും പൂച്ചകളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. അവരോ മണ്ണോട് മണ്ണായി ചേർന്നിരിക്കുന്നു. ആ ഒരു ദിവസം വരുന്നതിന് മുൻപ് വിനിയോഗിക്കണം. അല്ല, വിനിയോഗിക്കാൻ മടിയാണ് എങ്കിൽ അവരോട് ഖുർആൻ പറയുന്നു, ഖുൽ അൻഫിഖൂ തൗഅൻ ഔ കർഹൻ ലൻ യുതഖബ്ബല മിൻകും ഇന്നകും കുൻതും ഖൗമൻ ഫാസിഖീൻ. ഉസ്താദുമാര് പറഞ്ഞപ്പോ ചെലവാക്കിയില്ല, ബാപ്പ പറഞ്ഞിട്ട് കുലുങ്ങിയില്ല. എത്ര ഉണ്ടടോ ഉണ്ടാക്കി വെച്ചത്, എത്ര സാധുക്കളാണ് കഷ്ടപ്പെടുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസം ട്രെയിൻ കയറാൻ വേണ്ടി പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭം എൻ്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ ഡ്രമ്മ്, ആ ഡ്രമ്മിൽ എച്ചിലുകളാണ് ഉള്ളത്. ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉച്ചിഷ്ടങ്ങളും വാഴിലകളും അതുപോലെ ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളുമെല്ലാം കൊണ്ടുപോയി ഇടുന്നൊരു ഡ്രമ്മ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ കാണുകയുണ്ടായി. ആ വലിയ ഡ്രമ്മിലേക്ക് ആളുകൾ എച്ചിലുകൾ കൊണ്ടുപോയി ഇടുന്നു. കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട സഹോദരൻ ആ എച്ചിലുകളിൽ നിന്ന് അദ്ദേഹം എന്തോ പെറുക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ദീർഘമായ ഒരു യാത്രക്ക് വേണ്ടി പുറപ്പെടുമ്പോഴാണെങ്കിലും ഞാൻ ആ രംഗം വല്ലാതെ നോക്കി. എന്തൊരു സംഭവം! സുബ്ഹാനല്ലാഹ്. ആ എച്ചിലുകളിലെ അടിയിൽ നിന്നൊരു ചെറിയ പൊതി അയാൾ എടുക്കുന്നു. അത് മെല്ലെ അഴിച്ച് അതിൽ നിന്ന് എടുത്ത് തിന്നുകയാണ്. അത് വിശപ്പ് മാറാതെ വന്നപ്പോൾ രണ്ടാമത്തെ എച്ചിലിന് വേണ്ടി ആ ഡ്രമ്മിലേക്ക് വീണ്ടും കൈ താഴ്ത്തുന്നു. ഇത് സമൂഹത്തിന്റെ ദയനീയമായ ഒരു കഥയാണ്. അത്തരം ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതര സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടി പണവും എണ്ണയും അതുപോലെ ഗോതമ്പും റൊട്ടിയുമൊക്കെ നൽകി അവരുടെ മതങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സുള്ള പല പാർട്ടികളും നമ്മുടെ രാജ്യത്തുണ്ട്. മുസ്ലിം സംഘടനകൾ ധാരാളമുണ്ട്. സുന്നി സംഘടനകൾ ഉണ്ട്, മുസ്ലിം രാഷ്ട്രീയ സംഘടനകളുണ്ട്. അവരെല്ലാം ഒന്നുകൂടി ഗൗരവമായി കണക്കിലെടുത്ത് നമ്മുടെ പണം സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കാനുള്ള വഴികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ കാര്യം അപകടമാണ്. നമ്മുടെ മതത്തിന്റെ അനുയായികൾ അവര് മറ്റു മതങ്ങളിൽ ചെന്നു ചേരാൻ അത് കാരണമായി തീരും. അങ്ങനെയാണ് ഇവിടെ റിയൽ എസ്റ്റേറ്റുകളിലെല്ലാം ജനങ്ങൾ ചെന്നു ചേരുന്നത്. റിയൽ എസ്റ്റേറ്റ് അപകടമാണെന്ന് പലർക്കും അറിയാം. എന്നിട്ടും അങ്ങോട്ട് പോകാനുള്ള കാരണം ജീവിക്കുവാൻ ഒരു വഴിയുമില്ല. ടെലിഫോണിൽ ദിവസവും മെസ്സേജ് ഇങ്ങനെ വരികയാണ്. ചെറിയ ഒരു സംഖ്യ മുടക്കിയാൽ മാസം തോറും വീട്ടിലിരുന്ന് സുഖമായിട്ട് ഇങ്ങനെ നോട്ട് എണ്ണി വാങ്ങാം. തയ്യാറുണ്ടോ? ഇംഗ്ലീഷിലൊക്കെ നമ്മുടെ പേരിൽ ഇങ്ങനെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് ഈ നെറ്റിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മെല്ലെ അത് ഒന്നങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാർ എന്നാണ് വിളിക്കുന്നത്. നമ്മളെ ഭാര്യ പോലും ഇതുവരെ സാർ എന്നൊരു വിളിക്കാത്ത വേജാറ് നമുക്കുണ്ട് താനും. ആരും വിളിക്കുന്നില്ല. അവസാനം ഈ നെറ്റിലൂടെ ലഭിക്കുന്ന സാർ വിളി കേൾക്കുന്നു. നമ്മൾ ആ വലയത്തിൽ കുടുങ്ങുന്നു.
അങ്ങനെ റിയൽ എസ്റ്റേറ്റിന്റെ വലയിൽ കുടുങ്ങി മുടക്കുമുതൽ നഷ്ടപ്പെട്ട് അവസാനം നാടുവിടേണ്ടി വന്ന എത്ര മക്കൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. അതിന്റെ മുഴുവൻ കാരണവും സക്കാത്ത് അതിൻ്റെതായ രൂപത്തിൽ വിനിയോഗിക്കാത്തത് കൊണ്ടാണ്. വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നു, അതുകൊണ്ട് പണത്തിന്റെ വിനിയോഗത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രയോറിറ്റിയെ പറ്റി ഇസ്ലാമിക സമൂഹം ബോധമുള്ളവരാകണം. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. ഏതാണ് ആ പ്രയോറിറ്റി? ഒന്ന്, ഇബ്ദഅ ബിനഫ്സിക. നീ പണം ചെലവഴിക്കുമ്പോൾ ആദ്യമായി നീ പണം ചെലവഴിക്കേണ്ടത് നിന്റെ സ്വന്തം ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. നിന്റെ സ്വന്തം ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആദ്യം പണം വിനിയോഗിക്കേണ്ടത്. ശരീരത്തെ മറന്നു കളയരുത്, നഫ്സിനെ മറന്നു കളയരുത്. ഇത് ദൈവത്തിന്റെ അടയാളമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. എന്റെ കീശയിൽ കാണുന്ന ഈ പേന, ഇത് വിൽക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. ഈ പേന വേണമെങ്കിൽ വലിച്ചെറിയുവാനും ഒരുപക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ എൻ്റെ ഈ ശരീരം നശിപ്പിക്കുവാനോ ഈ ശരീരം വിൽക്കുവാനോ എനിക്ക് അധികാരമില്ല. ഇത് എൻ്റെ ബാപ്പ അങ്ങാടിയിൽ പോയി വാങ്ങി തട്ടിപ്പടച്ചുണ്ടാക്കിയ ശരീരമല്ല. എൻ്റെ ഈ കണ്ണുകൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതല്ല. എൻ്റെ ഈ കാതുകൾ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതല്ല. എൻ്റെ ഈ ഹൃദയവും ഫിറ്റിക്സും ജാംഷഡ്പൂരിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഡൽഹിയിൽ നിന്നുള്ളതല്ല. അതേതെങ്കിലും വിദേശ വിപണിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുമല്ല. എൻ്റെ ബാപ്പയും ഉമ്മയും തമ്മിൽ നടന്ന ബീജവും മണ്ടവും തമ്മിലുള്ള സങ്കലനം ഒരു നിമിത്തം മാത്രമായിരുന്നു. ഈ ശരീരം അപ്പാടെ അള്ളാഹുവിൻ്റെതാണ്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. ഒരു ഇന്ദ്രിയ ബീജത്തിൽ നിന്ന് മനുഷ്യനെ പടച്ച ദൈവത്തെ എങ്ങനെ മറക്കും? അള്ളാഹുവിനെ എങ്ങനെ മറക്കും? ആ റബ്ബ് പടച്ച ശരീരമായതുകൊണ്ട് ഈ ശരീരത്തെ കേടുവരുത്തരുത്. ഈ ശരീരത്തെ പടച്ചവന് തിരിച്ചു കൊടുക്കണം. ഈ ശരീരം കേടുകൂടാതെ കൊടുക്കണം. ഒരു റെന്റിന് വാങ്ങിയ കാറ് ആ റെന്റിനു വേണ്ടി ഉപയോഗിച്ചാൽ അതിന്റെ അവധിയാകുമ്പോൾ ആ കാറ് കേടുകൂടാതെ തിരിച്ചേൽപ്പിക്കണമല്ലോ. നോമ്പ് തുറക്കാൻ വേണ്ടി വാടകക്കടയിൽ നിന്ന് വാങ്ങിയ കസേരയും പാത്രങ്ങളും ഉപയോഗം കഴിഞ്ഞ് കേടുകൂടാതെ തിരിച്ചു കൊടുക്കണമല്ലോ. അതുപോലെ ഈ ശരീരം പടച്ചവനോട് നമ്മൾ തൽക്കാലത്തിന് വേണ്ടി വാങ്ങിയതാണ്. ആ വാങ്ങിയ വസ്തു ഉപയോഗിക്കാം. ഉപയോഗിച്ച് രാജസയ്യിദായ റബ്ബേ, പല ചുളിവും ഈ ശരീരത്തിൽ വന്നിട്ടുണ്ട്, നരകൾ വന്നിട്ടുണ്ട്, കാലിന്റെയും കൈയിന്റെയും മുട്ടിന് വേദനയുള്ളവരുണ്ട്. ഈ പ്രഭാഷണത്തിന്റെ വേദിയിൽ വന്ന് കാൽമുട്ടിന് വേദനയായിട്ട് പ്രഭാഷണത്തിന്റെ ബർക്കത്തിന് വേണ്ടി ഇരുന്നതാണ് എന്ന് എന്നോട് പറഞ്ഞ സദസ്യർ ഇവിടെയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ന്യൂനതകളെല്ലാം നമ്മളാരുണ്ടാക്കിയതല്ല. പ്രകൃതിപരമായുണ്ടായ നരകളും പ്രകൃതിപരമായുണ്ടായ ക്ഷീണങ്ങളും മാത്രമാണ്. എന്നാൽ ഞാനൊരിക്കലും മനഃപൂർവം ഈ ശരീരത്തെ കേടുവരുത്തരുത്. അതുകൊണ്ട് ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമുള്ളതെന്തോ അത് ഈ ശരീരത്തിന് നൽകിക്കൊണ്ടിരിക്കണം. അത് നൽകാതെ ഈ ശരീരത്തെ നശിപ്പിച്ച് കളയരുത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. മർക്കദു സഖാഫത്തി സുന്നിയ പോലെ കേരളത്തിൽ ഒരുപാട് മതസ്ഥാപനങ്ങൾ, കാന്തപുരം ഉസ്താദിനെ പോലെ ഒരുപാട് മതപണ്ഡിതന്മാർ, വിവിധ രണ്ട് ഗ്രൂപ്പിലുമുള്ള ആലിമീങ്ങൾ, സമുദായത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ, അവരെല്ലാം അധ്വാനിച്ചുകൊണ്ട് ഇവിടെ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ ആ സേവനത്തിന്റെ പിന്നിലെല്ലാം നാം കാണണം, ആ സേവനങ്ങൾ മുഴുവനും അവരുടെ സ്വന്തം ശരീരത്തിന്റെ ആ രക്ഷയ്ക്ക്, സമൂഹത്തിന്റെ രക്ഷയ്ക്ക്, സമുദായത്തിന്റെ രക്ഷയ്ക്ക്, മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് ആണെങ്കിൽ അതിനെല്ലാം കൂലിയുണ്ട്. സ്വന്തം ശരീരത്തിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തണം. ആ ശരീരത്തെ ഒരിക്കലും ചാകാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ഇബ്ദഅ ബിനഫ്സിക, നിന്റെ കയ്യിലുള്ള പണം കൊണ്ട് ആദ്യമായി നീ ചെലവഴിക്കേണ്ടത് നിന്റെ ശരീരത്തിന് വേണ്ടിയാണ്. ആ ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണം നീ സമയത്തിന് കഴിക്കണം. പക്ഷേ നിനക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പോഷകമൂല്യമുള്ള നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുന്നു, ഭാര്യക്കൊന്നും കൊടുക്കുന്നുമില്ല. അത് പാടില്ല. ഫാസ്റ്റ് ഫുഡിന്റെ കടയിൽ കയറി രസമുള്ളതൊക്കെ തിന്നുകയാണ്. ഭാര്യ ആ പഴയ മത്തിയും തിന്ന് അവൾ ഇങ്ങനെ കൂടുകയാണ്. ആ നല്ല ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് അത് ബിസ്മീൻ ചൊല്ലി ഇങ്ങനെ തിന്നാനൊരുങ്ങുമ്പോൾ ആ ഭാര്യയുടെ ചിത്രം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരണം.
സഹധർമ്മിണി കിടപ്പറയിൽ നമ്മോടൊപ്പമാണ്, സുഖത്തിൽ നമ്മോടൊപ്പമാണ്, ദുഃഖത്തിൽ നമ്മോടൊപ്പമാണ് എങ്കിൽ ആ പാവപ്പെട്ട സഹോദരിയെ കൂടി പങ്കെടുപ്പിക്കാതെ ഞാൻ എങ്ങനെ ഈ നല്ല ഭക്ഷണം കഴിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നാം ആ കടയിൽ നിന്ന് ചെറിയ ഒരു ചായ മാത്രം കുടിച്ച് മതിയാക്കുന്നു. എന്നിട്ട് അല്പം നല്ല ഭക്ഷണങ്ങൾ വാങ്ങി അത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിച്ച് നീ നിന്റെ നഫ്സിനെ പരിഗണിച്ചാൽ രണ്ടാമത്തെ പരിഗണന നിന്റെ ഭാര്യയെയാണ്, നിന്റെ കുട്ടികളെയാണ്. അവരെ പട്ടിണിക്കിടാൻ പാടില്ല, അവർക്ക് ആവശ്യമുള്ളത് നീ കൊടുത്തുകൊണ്ടിരിക്കണം. നിന്റെ സമ്പത്തിന്റെ വിനിയോഗത്തിൽ നീ ഏറ്റവും മുന്തിയ പരിഗണന നിന്റെ ശരീരത്തിന് നൽകണം. ആ ശരീരത്തെ പട്ടിണിക്കിടാൻ പാടില്ല. ആ ശരീരം ചാവാണ് ചത്തോളട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. പക്ഷേ ആ ശരീരത്തിന് നീ ചെലവഴിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പടച്ചവന് ഇബാദത്തിന് മുടങ്ങുന്ന രൂപത്തിൽ കൂടുതൽ ആഹാരം നീ ശരീരത്തിന് കൊടുക്കരുത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇറച്ചിയുടെ അളവ് കുറക്കുക. ഇറച്ചി ധാരാളമായി കഴിച്ചാൽ അതുവഴി വെള്ളം ധാരാളമായി കുടിക്കേണ്ടി വരും. വെള്ളം ധാരാളമായി കുടിച്ചാലോ ഉറക്കം വർദ്ധിക്കും. ഇന്ന് ഇസ്ലാമിക സമൂഹം മലപ്പുറം ജില്ല അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നു. കാരണം മുസ്ലിമീങ്ങൾ കൂടുതൽ ഇവിടെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മലപ്പുറം എന്നത് ഈ ജില്ല മാത്രമല്ല, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന എല്ലാ ജില്ലകളും മലപ്പുറങ്ങളാണ്. ആ അർത്ഥത്തിലെ ഏത് അർത്ഥങ്ങളിലാവട്ടെ, ഇറച്ചി ധാരാളം കഴിക്കുന്നതിന്റെ പേരിൽ വെള്ളം ധാരാളം കുടിക്കുന്നു, ഉറക്കം വരുന്നു. റമദാനിന്റെ പുണ്യ രാപ്പകലുകളിൽ അധ്വാനിക്കുന്നതിന് പകരം, ഇബാദത്തിന് പകരം ഉറക്കമാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ കൂടുതലുള്ളത്. എന്തേ ഓതിയത് എന്ന് ചോദിച്ചാൽ, ഓതുമ്പോൾക്ക് ഉറക്ക് വരിക എന്നാ മറുപടി പറയാ. ഉറക്ക് വരാനുള്ളൊരു വഴി പോലെയാണ് ഖുർആൻ പാരായണം ആയി മാറിയിട്ടുള്ളത്. ദഹിക്കാതെ ഭക്ഷണങ്ങൾ വയറ്റിൽ കിടക്കുകയാണ്. ആ ദഹിക്കാത്ത ഭക്ഷണം ദഹിക്കാൻ വേണ്ടി വെള്ളം കുടിക്കാൻ തോന്നുകയാണ്. അങ്ങനെ മദ്യം എന്ന് പറയുന്ന ദ്രാവകം പോലും ആ ഭക്ഷണം ദഹിക്കാൻ വേണ്ടി കുടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ധനം വിനിയോഗിക്കുന്ന വിഷയത്തിൽ ആദ്യമായി പരിഗണന സ്വന്തം ശരീരത്തിന്. ആ ശരീരത്തിൻ്റെ സ്വാർത്ഥതയല്ല, ശരീരത്തിൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ അത്ര, അതാണ് ഭക്ഷണമായി കഴിക്കേണ്ടത്. ഒരു നേരം ഉണ്ണുന്നവൻ യോഗി, രണ്ടു നേരം ഉണ്ണുന്നവൻ ത്യാഗി, മൂന്ന് നേരം ഉണ്ണുന്നവൻ ഭോഗി. അങ്ങനെയാണ് നാം വായിക്കുന്നത്, ശ്ലോകങ്ങളിൽ കാണുന്നത്. ഒരു നേരം മാത്രം നീ ഭക്ഷണം കഴിക്കുന്നു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയായിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം, സ്വന്തം അധ്വാനം കൊണ്ട് ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് കിതാബ് ഓതി പഠിച്ച ആളാണ് ഇമാം നവവി. ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കുട്ടികളെ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ ഇൽമിന്റെ വഴിയിലേക്ക് വരാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല ആലിമീങ്ങൾ അല്ലാഹു നമുക്ക് തരട്ടെ, നല്ല ഹാഫിളീങ്ങളെ അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു എന്നെ പൊരുത്തത്തിലാക്കി തരട്ടെ. ഇമാം നവവിയുടെ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ പണം അത് മാത്രം ഉപയോഗപ്പെടുത്തി ഇമാം നവവി പഠിക്കുകയാണ്. ആ പഠിക്കുന്ന കാലം നവവി ഇമാം പറയുന്നു, ഒരൊറ്റ നേരമേ ഞാൻ ഭക്ഷണം കഴിക്കൂ, ഒരൊറ്റ നേരം. എന്താണ് രണ്ടാമത്തെ നേരം ഭക്ഷണം കഴിക്കാത്തത്? ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വന്നു പോകും. ഉറക്ക് വന്നാ പഠിക്കാൻ കഴിയൂല. എത്രയാണ് ഇസ്ലാമിന്റെ അറിവുകൾ പഠിക്കാനുള്ളത്. പുല്ലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. സമുദ്രത്തിലെ വെള്ളം മുഴുവനും മഷിയായി ഉപയോഗിക്കുകയും ഈ കരയിലുള്ള മുഴുവൻ വൃക്ഷങ്ങൾ പേനകളായി ഉപയോഗിക്കുകയും ചെയ്താൽ ആ സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഉപയോഗിച്ച് എഴുതുന്നതും തീർന്നു പോയാലും അള്ളാഹുവിന്റെ കലാമ് ബാക്കിയാണെന്ന് പറഞ്ഞ് ആ ഖുർആനുമായി ഇൽമുമായി കെട്ടിമറിഞ്ഞ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരൊറ്റ നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഓർക്കുക, സ്വന്തം നഫ്സിനുള്ള പരിഗണന കൂടിപ്പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്, കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ. ഇപ്പൊ സൗന്ദര്യലേശം കുറഞ്ഞു എന്നൊക്കെ അഭിപ്രായമുണ്ട് അല്ലേ? നിനക്കിപ്പോഴും നല്ല ആരോഗ്യമുണ്ട്, അവൾക്ക് രോഗവുമാണ്. രണ്ടാമതൊരു ഭാര്യ എന്ന വിഷയത്തിലേക്ക് നിന്റെ ചിന്ത കടന്നു പോകണ്ട, അപകടമാണ്. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ കഴിയില്ല. പിന്നെ കഴിയും എന്ന് ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ആകാം. അങ്ങനെ കല്യാണം കഴിച്ചവർ രണ്ടു ഭാര്യമാരെയും
എല്ലാ അർത്ഥത്തിലും തുല്യമായി പരിഗണിക്കുകയും വേണം. ആ ഭാര്യയെ നീ അവഗണിച്ച് മൂലയിൽ കിടത്താൻ പാടില്ല. അവൾക്ക് രോഗമായാൽ നീ വേണ്ടുന്ന ചികിത്സകൾ ചെയ്യണം. കണ്ടില്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എത്ര വലിയ പണക്കാരനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പണക്കാരനാവാനുള്ള കാരണം പോലും ഭാര്യയുടെ പൊരുത്തമാണ്, ഭാര്യന്റെ ദുആയാണ്. ആ ഭാര്യ സാധുവായ ഭാര്യ, അവൾ പുറം ലോകമൊന്നും കാണുന്നുമില്ല. നിനക്കെല്ലാ കല്യാണത്തിനും പോകാം, നിനക്കെല്ലാ സൽക്കാരത്തിനും പോകാം, നിനക്കെവിടെയും പറക്കാം. ആ പാവപ്പെട്ടവൾ വീട്ടിലിങ്ങനെ കൂടുകയാണ്. അവൾക്ക് ഒരു രോഗമായപ്പോൾ ആ രോഗമായ സമയത്ത് നീ അവളെ ഇട്ടേച്ച് പോയി കളയരുത്. കണ്ടില്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിലേക്ക് പുറപ്പെടുമ്പോൾ മെസ്സേജ് ലഭിക്കുന്നു, അതാ അല്ലയോ ഉസ്മാനെ, ഭാര്യയ്ക്ക് രോഗമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിൽ പോയില്ല, ഭാര്യന്റെ അടുത്തേക്ക് മടങ്ങി. കാരണം നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഭാര്യയെ പരിഗണിച്ചു കൊള്ളണം. അവൾ നിന്റെ പകുതിയാണ്, അവൾ നിന്റെ എല്ലാമാണ്. ഉസ്മാൻ വീട്ടിലേക്ക് മടങ്ങി. റുഖിയ ബീവി നല്ല കലശലായ രോഗമാണ്. ആ റുഖിയ ബീവിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആരാണ്? അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. 4 അമീറുമാരിൽ ഒരാൾ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളിൽ സിന്ദാബാദ് വിളിക്കാൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭാര്യയുടെ കൂടെ നിൽക്കുകയാണ്. ബദറിൽ പോയില്ല. 313 ആളുകളല്ലേ ബദറിലേക്ക് പോയുള്ളൂ. ഈ ഉസ്മാൻ കൂടി പോയിരുന്നെങ്കിൽ എണ്ണം കൂടുമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഉള്ള പവർ വർദ്ധിക്കുമായിരുന്നില്ലേ? വേണ്ട, ഭാര്യയെ വിട്ടുകൊണ്ടൊരു പരിപാടിയില്ല. ആ ഭാര്യയുടെ അടുത്തിരുന്ന് അവസാനം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ബദറിലുള്ളപ്പോൾ റുഖിയ ബീവി മരിക്കുകയാണ്. ആ റുഖിയ ബീവിന്റെ മയ്യത്ത് അതാ എല്ലാം ആവശ്യമായ സംസ്കരണങ്ങളൊക്കെ ചെയ്ത് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ജന്നത്തുൽ ബഖീൽ ആ റുഖിയ ബീവി വിശ്രമിക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. 3 പിടി മണ്ണ് വാരി ആ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുന്നു. മറവ് ചെയ്തതിനു ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓടുകയാണ് ബദറിലേക്ക്. കാരണം പടച്ചോനെ, എന്നെ ഞാൻ നോക്കേണ്ടതുപോലെ എന്റെ ഭാര്യയെ ഞാൻ നോക്കി. നിന്റെ സാബിഖായ ഖദാ പ്രകാരം അവൾ മരിച്ചു, അവളെ മറവ് ചെയ്തു. നേരെ ബദറിലേക്ക് ചെന്നപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് മടങ്ങുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാവരും മടങ്ങുമ്പോൾ ഉസ്മാൻ അവിടെ ഉണ്ടായിരുന്നു. ബദരീങ്ങളെ സംഘത്തിൽ ആ പേരിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പേരും വന്നു. കാരണം പോയില്ലെങ്കിലും പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നവർക്ക് പോയവരുടെ പ്രതിഫലമാണ്. ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നു, ഭാര്യയെ നോക്കിയാൽ പോരാ. 3ാമത് കുട്ടികളെ വിഷയം വളരെ ഗൗരവമാണ്. ആ കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം നമ്മൾ നൽകണം. ആ കുട്ടികൾക്ക് വേണ്ടി പണം ചെലവഴിക്കണം. കുറെ കൊല്ലങ്ങൾക്ക് മുൻപ് ആലുവയിൽ നിന്ന് ഒരു റവറന്റ് ഇസ്ലാം മതം അവലംബിച്ചു. അദ്ദേഹം മർക്കസു സഖാഫത്തി സുന്നിയയിൽ വന്നിട്ട് അദ്ദേഹം ഉസ്താദിന്റെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ഇസ്ലാമിൽ വന്നത് കുറെ കേസറ്റുകൾ കേട്ട് ഇസ്ലാമിൽ വന്നതാണ്, പ്രഭാഷണങ്ങൾ കേട്ട് ഇസ്ലാമിൽ വന്നതാണ്. ഇസ്ലാമിനോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ വായിക്കുന്ന ബൈബിൾ, ആ ബൈബിളിൽ ഏതെല്ലാം തത്വങ്ങളുണ്ടോ അതെല്ലാം ഖുർആനിലുണ്ട്. ആ ബൈബിളിലുള്ളതിനേക്കാൾ കുറെ എക്സ്ട്രയും ഖുർആനിൽ ഉണ്ട്. ബൈബിൾ പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും വിഷമങ്ങൾ നന്നായി വിവരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഇസ്ലാമാകട്ടെ സ്ത്രീകളുടെ, കുടുംബത്തിന്റെ, പാവപ്പെട്ടവന്റെ, പണക്കാരന്റെ, സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുകയും അത് മാന്യമായി പരിഹരിക്കുകയും ചെയ്യുന്നൊരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിലെ കുറെ കേസറ്റ്, അന്ന് CD ഇറങ്ങാത്ത കാലമാണ്, ആ കേസറ്റ് എല്ലാം കൂടി ഒരു വലിയ ബാഗിലാക്കി ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത് പോയിട്ടൊന്ന് കേട്ടു നോക്കി എന്താ ഇതിലുള്ളത്. ഞാൻ ആ കേസറ്റ് എല്ലാം വാങ്ങി. ആ കേസറ്റുകൾ ഈ റവറന്റിന്റെ പ്രസംഗമാണ്. അദ്ദേഹം ഇസ്ലാമിനെ പറ്റി നടത്തിയ പ്രഭാഷണങ്ങളാണ്. അങ്ങനെ പോകുന്ന സമയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? ക്രിസ്തുമതവും ഇസ്ലാമും അത് 2 മതങ്ങളാണ്. സ്വാമി വിവേകാനന്ദന്റെ ഭാഷയിൽ ഇസ്ലാമും ഹിന്ദുമതവും ക്രിസ്തുമതവും ദർശനങ്ങളാണ്. ആ ദർശനങ്ങളെല്ലാം സമൂഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഹിന്ദുമതത്തിലെ ആശയങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് നന്മയും പുരോഗതിയും ഉണ്ട്. ക്രിസ്ത്യാനികളുടെ തത്വങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ഗുണം ഉണ്ട്. ഇസ്ലാമിന്റെ തത്വങ്ങൾ കൊണ്ട് മുസ്ലിംകൾക്ക് ഗുണങ്ങൾ ഉണ്ട്. മറ്റെല്ലാ സമുദായങ്ങൾക്കും ഉപയോഗിക്കാവുന്ന നന്മകളും ഉണ്ട്.
എന്നാൽ ഒരു വിഷയത്തിൽ മുസ്ലിമീങ്ങൾ പിന്നിലാണെന്ന് ആ റവറന്റ് എന്നോട് പറയുകയുണ്ടായി. ഏതാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനികളും മറ്റു സമുദായങ്ങളും അവരെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ധനം വിനിയോഗിക്കാൻ എപ്പോഴും തയ്യാറാണ്. മുസ്ലിമീങ്ങൾ അവരുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ പറമ്പ് വിൽക്കും, പക്ഷേ മക്കളുടെ ഉപരിപഠനത്തിന് വേണ്ടി പറമ്പ് വിൽക്കാൻ മടിയാണ്. ഈ റവറന്റ് എന്നോട് പറഞ്ഞതാണ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള മുസ്ലിം പിതാവ് സ്വന്തം മകന്റെ MBBS പ്രവേശനത്തിന് വേണ്ടി, എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി എന്തുകൊണ്ട് അവന്റെ സ്വത്ത് വിറ്റിട്ടെങ്കിലും പഠിപ്പിച്ചുകൂടാ? വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം വിനിയോഗിക്കണം. കണ്ടില്ലേ ലുഖ്മാനുൽ ഹക്കീമിന്റെ ചരിത്രം? ആരാണ് ലുഖ്മാനുൽ ഹക്കീം? ചെരുപ്പുകുത്തിയായി ജീവിച്ച മനുഷ്യനാണ്. ചെരുപ്പുകുത്തിയായി ജീവിച്ച ലുഖ്മാൻ. ഖുർആൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നു. ഖുർആൻ പണക്കാരുടെ മതമല്ല, ഖുർആൻ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം മതമല്ല, ഖുർആൻ മതപണ്ഡിതന്മാരുടെ മാത്രം മതമല്ല. ഖുർആൻ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ മതമാണ്. പാവപ്പെട്ടവർക്ക് ഒരു അഭയവുമില്ലാതെ കഴിയുന്നവന് രക്ഷ പറഞ്ഞു കൊടുത്തിട്ടുള്ള മതമാണ്. അതുകൊണ്ട് തന്നെ ലുഖ്മാൻ, സൂറത്തു ലുഖ്മാൻ, ചെരുപ്പുകുത്തിയായിരുന്നു ലുഖ്മാൻ. ആ ലുഖ്മാൻ എങ്ങനെയാണ് മകനെ വളർത്തിയത്? ഇതൊക്കെ നമ്മൾ പഠിക്കണം. സ്വന്തം മകനെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബുനയ്യ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. ഓ പ്രിയപ്പെട്ട മോനെ, ലോകമാന്യം നിനക്ക് വരാൻ പാടില്ല. അല്ലാഹു അല്ലാത്തവർക്ക് പൂജ പാടില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നതിന് കേടില്ല. അല്ല, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചത് കൊണ്ട് ശിർക്ക് വരികയില്ല. എല്ലാ നിസ്കാരത്തിലും അല്ലാഹു അല്ലാത്തവരെ വിളിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ഒരു പാടില്ലാത്ത തെറ്റാണ് ഈ വിളിയെങ്കിൽ നിസ്കാരത്തിന്റെ ഉള്ളിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ വിളിക്കുന്ന ആ വിളി വരുമായിരുന്നില്ല. അത്ര തെറ്റുള്ളൊരു വിഷയമാണെങ്കിൽ അത്തഹിയ്യാത്തുൽ അത് വരുമായിരുന്നില്ല. അത്തഹിയ്യാത്തുൽ എല്ലാ ദിവസവും നബിയെ വിളിക്കുന്ന ഒരു സന്ദർഭം മുസ്ലിമിനുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാത്തവർ വിളിക്കാമെന്ന് തന്നെയാണ്. പക്ഷെ ആ വിളിക്കുമ്പോൾ ആ വിളിക്കപ്പെടുന്ന വ്യക്തിയെ പറ്റി അല്ലാഹു ആണെന്ന വിചാരമുണ്ടാവരുത്. അതാണ് ഇവിടെ പുതിയ കക്ഷികളും നമ്മളും തമ്മിലുള്ള അന്തരം. ഇസ്ലാമിക സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുകയും മുസ്ലിമീങ്ങളിൽ നിന്ന് നിസ്കാരവും നോമ്പും ആരാധനയും ദാനധർമ്മങ്ങളുമൊക്കെയുള്ള ബഹുഭൂരിപക്ഷത്തെ ഇസ്ലാമിന്റെ വേലിക്കെട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും തന്നെ കരണീയമല്ല. ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കുക, വിദ്യാഭ്യാസത്തിന് വേണ്ടി ധനം വിനിയോഗിക്കുക. നാലാമതായി മാതാപിതാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി ധനം വിനിയോഗിക്കുക. അഞ്ചാമതായി സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് സകാത്തായി നൽകുന്ന സംഖ്യക്ക് പുറമേ സദഖകളായി എന്തൊക്കെ എപ്പോഴൊക്കെ എത്രയൊക്കെ കൊടുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ കൊടുക്കുക. ചോദിച്ചു വരുന്നവന് കൊടുക്കുക. അവൻ വാഹനത്തിൽ ആണ് ചോദിച്ചു വരുന്നവൻ വന്നതെങ്കിൽ പോലും അവന് നിരാശനായി മടക്കരുത് എന്നാണ് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ധനവിനിയോഗത്തിന്റെ വിഷയത്തിൽ വിശാലമായ ക്ലാസുകളും ചർച്ചകളുമൊക്കെ ഇനിയും ആവശ്യമാണ്. അതെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും ഈ റമദാൻ ഒരു നിമിത്തമായി ഇനിയും നിങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. SYS എന്ന ഈ സംഘടനയുമായി കൂടുതൽ അടുക്കുക. മുസ്ലിം സമുദായം യോജിച്ചുകൊണ്ട് നീങ്ങുകയും ഏത് യോജിപ്പിലും ഒരു വിഷയത്തിന് മുൻഗണന നൽകുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നബിയാണ്. ആ നബി സാധാരണ മനുഷ്യൻ അല്ല എന്ന ആ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യോജിക്കാവുന്നവരോടൊക്കെ യോജിച്ച് പ്രവർത്തിക്കുക. ആ തത്വത്തിൽ യോജിക്കാത്തവരോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പ്രയാസമുണ്ട്. മതവിഷയങ്ങളിൽ, ഭൗതികമായ വിഷയങ്ങളിലോ നമുക്ക് ആരുമായും സഹകരിക്കാം. പക്ഷേ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്.